എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു ചങ്ങാതിയുടെ കഥയാണ്. കേൾക്കണ്ടേ ആ കഥ? കമ്പ്യൂട്ടർ പറഞ്ഞ കഥ. കമ്പ്യൂട്ടറിൻ്റെ ജീവചരിത്രം കമ്പ്യൂട്ടർ തന്നെ പറയുകയാണ്. അപ്പോൾ നമുക്ക് ആ കഥ കേൾക്കാം. കഥ കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. നിങ്ങൾ ആദ്യം തന്നെ ലൈക്ക് ചെയ്യണം കഥ കേൾക്കാൻ തുടങ്ങും. പിന്നെ കമൻസ് എഴുതണം. അപ്പോൾ കഥ പറയാം. ലോകപ്രശസ്തി ആർജിച്ച ഒരു ആപ്പിളിൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം എൻ്റെ അച്ഛൻ്റെ കാര്യം പറയാം. എന്താ നിങ്ങൾക്ക് ചിരി വരുന്നോ കൂട്ടുകാരെ? ഞാൻ പറയുന്നത് കേട്ടിട്ട് കമ്പ്യൂട്ടർ തന്നെ ചോദിക്കുകയാണ് കൂട്ടുകാരോട്. ചിരിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്കുള്ളതുപോലെ എനിക്കും ഒരച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പ് 1812 എൻ്റെ പിതാവ് എന്നെ രൂപകൽപ്പന ചെയ്തത്. എൻ്റെ പിതാവ് ആരാണെന്നറിയണ്ടേ? 1791 ബ്രിട്ടനിൽ ജനിച്ച ചാൾസ് ബാബേജാണ് കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന എൻ്റെ അച്ഛൻ. ഇപ്പോൾ എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് രൂപകൽപ്പന ചെയ്ത എൻ്റെ ഇന്നത്തെ വളർച്ച കണ്ട് അത്ഭുതപ്പെട്ടേനെ, സന്തോഷിച്ചേനെ. അത് കൂട്ടുകാർക്കും അറിവുള്ളതല്ലേ. ഇന്നത്തെ കൊച്ചു കൂട്ടുകാർക്ക് വരെ എന്നെ നല്ല പരിചയമാണ് അല്ലേ? എല്ലാവർക്കും എന്നെ നന്നായി അറിയാം, കൊച്ചു കൂട്ടുകാർക്ക് വരെ. കൂട്ടുകാരെ, പിന്നീട് എന്നെ ഒരുപാട് മാറ്റം എന്നിലുണ്ടാക്കിയത് ആരാണെന്നറിയാം? എൻ്റെ വളർത്തച്ഛൻ. എൻ്റെ വളർത്തച്ഛൻ ആരാണെന്ന് അറിയണ്ടേ? കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് എന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന അലൻ ട്യൂറിംഗ് ആണ്. അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ നിന്നാണ് എന്നെ കൊണ്ട് മനുഷ്യനെ പോലെ ചിന്തിപ്പിക്കാനും ബുദ്ധിപൂർവം പറയാനും പ്രവർത്തിക്കാനും ബഹിരാകാശ വാഹനങ്ങളെ ദൂരെ നിന്ന് നിയന്ത്രിച്ച് അന്യഗ്രഹങ്ങൾ ഇറക്കാനും ഒക്കെ പഠിപ്പിച്ചത് എൻ്റെ വളർത്തച്ഛനാണ്. അദ്ദേഹവും ജനിച്ചത് ഇംഗ്ലണ്ടിലായിരുന്നു. ഇംഗ്ലണ്ടിലെ ലഷയർ എന്ന സ്ഥലത്ത് 1912 ജൂൺ മാസം 23 അലൻ ട്യൂറിംഗ് ജനിച്ചത്. കൂട്ടുകാരെ, ട്യൂറിങ്ങും കൂട്ടുകാരും കൂടി 2ാം ലോകമഹായുദ്ധ കാലത്ത് ജർമ്മനിയുടെ യുദ്ധരഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത കൊളോസസ് ആണ് ആദ്യത്തെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ. പക്ഷേ അത് യുദ്ധരഹസ്യമായി വെച്ചിരുന്നതിനാൽ പുറത്താരും അറിഞ്ഞിരുന്നില്ല അതിനെക്കുറിച്ച്. എല്ലാവരും അമേരിക്കയിൽ നിർമ്മിച്ച ENIAC ആദ്യത്തെ കമ്പ്യൂട്ടർ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇനിയാണ് പാതി കടിച്ച ആപ്പിളിൻ്റെ കഥ. ഞാൻ പറഞ്ഞില്ലേ, കമ്പ്യൂട്ടറായ ഞാൻ പാതി കടിച്ച ആപ്പിളിൻ്റെ കഥയാണ് പറയാമെന്ന്. അത് നിങ്ങൾക്ക് കേൾക്കണ്ടേ? അത് നല്ല രസകരമായ കഥയാണ്, വളരെ ചെറിയ കഥയാണ്. 1954 തൻ്റെ 42ാമത്തെ വയസ്സിൽ ട്യൂറിംഗ് മരിച്ചുപോയി. എൻ്റെ ആദ്യ പിതാവ് മരിച്ചുപോയി. പാതി കടിച്ച ഒരു ആപ്പിളുമായാണ് അദ്ദേഹം മരിച്ചു കിടക്കുന്നത് കണ്ടത്. കൂട്ടുകാരെ, ആ പാതി കടിച്ച ആപ്പിള് ഇന്ന് ലോകം മുഴുവനും പ്രശസ്തി ആർജിച്ചത് എങ്ങനെയാണെന്നല്ലേ? പ്രശസ്ത കമ്പ്യൂട്ടറിൻ്റെ കമ്പനിയായ ആപ്പിളിൻ്റെ അടയാളം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഇനിയൊന്ന് ശ്രദ്ധിക്കണേ. ഈ പാതി കടിച്ച ആപ്പിളിൻ്റെ ലോഗോയാണ് അവർ അതിന് നൽകിയിരിക്കുന്നത്. അതായത് അവരുടെ ലോഗോ എന്ന് പറയുന്നത് ഈ പാതി കടിച്ച ആപ്പിളിൻ്റെ ഇതാണ് അവരുടെ ലോഗോ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, അപ്പോൾ കമ്പ്യൂട്ടർ പറഞ്ഞ കഥ നിങ്ങളെല്ലാവരും കേട്ടില്ലേ? നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ കമ്പ്യൂട്ടർ പറഞ്ഞ കഥ? നിങ്ങളുടെ ചങ്ങാതിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? പക്ഷേ ആ ചങ്ങാതിയെ അങ്ങനെ ഒരുപാട് ഉപയോഗിക്കരുത്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുകയല്ലേ, അപ്പോൾ അതിനൊരു സമയം വെക്കണം. കുറച്ച് സമയം മാത്രം അച്ഛൻ്റെയും അമ്മയുടെയും അറിവോടുകൂടി കളിക്കാവുള്ളൂ. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ കഥ പറഞ്ഞിരിക്കുകയാണ് നിങ്ങളോട് എങ്ങനെയായിരുന്നു തൻ്റെ ജനനമെന്ന്. ആ കമ്പ്യൂട്ടറിൻ്റെ കഥയൊക്കെ നിങ്ങൾ കേട്ട് കാണുമല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾ കൂടുതൽ സമയം പഠിത്തത്തിന് ഉപയോഗിച്ചിട്ട് കുറച്ച് സമയം ഇതിനൊക്കെ ഉപയോഗിക്കാവുള്ളൂ. നമ്മളെപ്പോഴും കളിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? കമ്പ്യൂട്ടറൊക്കെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയാവുന്നതുകൊണ്ടാണ് മുത്തശ്ശി ഈ കമ്പ്യൂട്ടറിൻ്റെ കഥ നിങ്ങളോട് പറഞ്ഞത്. അപ്പം ഇതൊരു ചെറിയ കഥയായിരുന്നു, എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ആദ്യമായിട്ട് കേൾക്കുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. അപ്പം നമുക്ക് ഉടനെ തന്നെ മുത്തശ്ശി ഒരു കഥയുമായി വരുന്നതാണ്. എൻവയോൺമെൻറ്റ് ഡേ വരികയല്ലേ, അപ്പോൾ നമുക്ക് ആ പ്രകൃതിയെ പരിപാലിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചൊരു കഥ നമുക്ക് ജൂൺ 5 എൻവയോൺമെൻറ്റ് ഡേ. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു കഥയുമായി മുത്തശ്ശി വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.